ഡൽഹി സമരത്തിൽ പരിക്കേറ്റവരുടെ ബന്ധുക്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നു. പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും അതും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്താണ് തോന്നുന്നത്? ഡൽഹിയിൽ പാർലമെൻറ്റ് വളയുന്ന ഒരു സമരം ഉണ്ടായിരുന്നു. ഈ ജന്തർ മന്തർ സമരത്തിൻ്റെ പാറ്റകളുടെ സമരം എന്ന് നമ്മൾ വിളിക്കപ്പെട്ട നീറ്റ് വിഷയത്തിൽ നടന്ന സമരത്തിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ മുൻപത്തെ 2 വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പോലീസുകാർ ആക്രമിക്കപ്പെട്ടു. അത് തുടക്കം തൊട്ടേ നമ്മൾ എടുത്തു കാണിക്കുന്നതാണ്. ആദ്യം ആക്രമിക്കപ്പെട്ടത് പോലീസുകാരാണ്. പോലീസുകാർ ലാത്തി ചാർജ് നടത്തിയെങ്കിൽ അവർ ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ്. അതായത് അക്രമം വഴി ലാത്തി ചാർജ് ഇൻവൈറ്റ് ചെയ്യുകയായിരുന്നു സമരക്കാർ ചെയ്തത്, ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. കൃത്യമായിട്ട് പോലീസിനെ ആക്രമിച്ചാണ് നടന്നത്. പല ഇൻസിഡൻറ്റും ഇന്ത്യ മുഴുവൻ തന്നെ ആ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. സ്ത്രീകളായ പോലീസ് ഉദ്യോഗസ്ഥകൾ ആക്രമിക്കപ്പെട്ടു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആക്രമിക്കപ്പെട്ടു, വനിതാ മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു. നമ്മൾ ഇത് ചർച്ചയിൽ കഴിഞ്ഞ തവണ പറഞ്ഞത് 150ഓളം പോലീസുകാർ ആക്രമണത്തിന് വിധേയരായെന്ന്. പക്ഷേ 250 പോലീസുകാർ ആക്രമണത്തിന് വിധേയരായി എന്ന് പത്രസമ്മേളനം നടത്തിയ പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. പോലീസുകാരല്ല പത്രസമ്മേളനം നടത്തിയ കുടുംബാംഗങ്ങളാണ്. ഒരു ACP ഭാര്യ വന്നു, ഒരു ASIയുടെ ഭാര്യ വന്നു, മറ്റ് പോലീസുകാർ 2 മക്കളും വന്നു. ഇങ്ങനെ 4 പേര് നടത്തിയൊരു പത്രസമ്മേളനമാണ്. പോലീസുകാർക്ക് പത്രസമ്മേളനം നടത്താൻ ഒരു പരിമിതിയുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായാൽ രാഷ്ട്രീയ പാർട്ടികൾ പോലീസ് ആക്ഷനെതിരെ പത്രസമ്മേളനം നടത്തും, വിദ്യാർത്ഥി സംഘടന നടത്തും, പൗരന്മാർ നടത്തും. പോലീസുകാർ ചെയ്യാറില്ല. പോലീസുകാർക്ക് അതിന് വിലക്കുണ്ട്. അവർക്ക് പല പല പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഔദ്യോഗിക തലത്തിൽ പല നീക്കങ്ങളും നടന്നാൽ മാത്രമേ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഒരു ലാഠി ചാർജിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമസംഭവം ഉണ്ടായതിനു ശേഷം അത് അടിച്ചമർത്തതിന് ശേഷം പോലീസുകാർ ഇരാവാദവുമായിട്ട് വരാറില്ല. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് വേണ്ടി വന്നിരിക്കുന്നു. അവർ ഇരാവാദം കളിക്കാനല്ല വന്നത് പോലീസുകാരല്ല എന്ന് ഓർക്കണം, അവരുടെ കുടുംബാംഗങ്ങളാണ്. നമ്മളെന്താണോ പല വാർത്തകളിലും കണ്ടത്, എന്താണോ നിരവധി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ട വീഡിയോകളിലും കണ്ടത്, ആ കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞത്. പോലീസുകാർ ആക്രമിക്കപ്പെടാതിരുന്നിട്ടില്ല. ആദ്യം ഉണ്ടായത് അവരുടെ നേരെയുള്ള ആക്രമണമായിരുന്നു. 250ഓളം പോലീസുകാർക്ക് പരിക്കേറ്റു. അവർ പലരുടെയും പരിക്കെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ് താരം. പോലീസുകാർ രക്തത്തിൽ കുളിച്ചാണ് വീട്ടിൽ പോയത്. ഈ കുടുംബാംഗങ്ങളും ഇത് പലതും കാണുന്നുണ്ട്, ഈ വാർത്തകൾ കാണുന്നുണ്ട്, ന്യൂസുകൾ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യപ്പെട്ടത് കാണുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ആശുപത്രിയിലായി സ്വന്തം കുടുംബാംഗങ്ങൾ എന്നവർ അറിയുന്നുണ്ട്. ആശുപത്രിയിൽ നിന്നുള്ള ഫോൺ കോളിന് വേണ്ടി അവർ മണിക്കൂറുകൾ കാത്തിരുന്നു. അത് ഒരു വലിയ ട്രോമ ഉണ്ടാക്കും. അതായത് കുടുംബത്ത് ഒരു ഭർത്താവ്, ഒരു അച്ഛൻ, അദ്ദേഹം പരിക്കേറ്റ് മാരകമായിട്ട് പരിക്കേറ്റ് രാവിലെ ഡ്യൂട്ടിക്ക് പോയ ആളാണ്, യൂണിഫോമിൽ തേച്ച് നല്ല വെടിപ്പാക്കിയ ഒരു യൂണിഫോം ഇട്ട് സന്തോഷമായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് പോയൊരു വ്യക്തി പരിക്കേറ്റ് ആശുപത്രിയിലായിരിക്കുന്നു. അതും വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടാണ്. അവരുടെ ജീവൻ അപകടമുണ്ടായോ? അവർ വല്ലാണ്ട് ഭയക്കും. ഒരു പോലീസുകാരും മരിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. പക്ഷേ അവർ ഭയക്കും. കുടുംബാംഗങ്ങളാണ്, അവർ ഭയക്കും. അപ്പോൾ അവരുടെ 2 പോലീസുകാരുടെ ഭാര്യമാരും വേറെ ഒരു പോലീസുകാരൻ്റെ മക്കൾ ഇങ്ങനെ വന്നിട്ട് ഈ പത്രസമ്മേളനം നടത്തുകയാണ്. അവരനുഭവിച്ചത് എന്താണ് എന്നവർ പറയുകയാണ്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു യൂണിഫോമിൻ്റെ പുറകിൽ ഒരു പോലീസുകാരൻ മാത്രമല്ല ഉള്ളത്, ഒരു കുടുംബം കൂടിയുണ്ട് എന്നുള്ളത്. അത് ഇവിടെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ അത് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ സമരക്കാർക്ക് പരിക്കേറ്റു, പോലീസ് അക്രമത്തിൽ നിന്നാണ് അവർ പറയുന്നത്. പോലീസുകാർ സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങൾ പാലിക്കും. ലാഠി ചാർജിൻ്റെ ഭാഗമാണ്. അക്രമം ഉണ്ടായി അടിച്ചമർത്തണം, അല്ലാണ്ട് പറ്റില്ല. അതിനുവേണ്ടിയുള്ള നടപടികൾ അവരെടുക്കും. ചിലപ്പോൾ വെടിവെപ്പ് ഉണ്ടായിന്ന് വരും. ഇതൊക്കെ ഉണ്ടാവും. പോലീസുകാരുടെ ഡ്യൂട്ടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും തന്നെ ഉണ്ടായിന്ന് വരും. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ പാടുള്ളൂ എന്നത് വേറൊരു കാര്യം. അങ്ങനെ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഏകപക്ഷീയമായിട്ട് ഒരു കൂട്ടർ മാത്രമേ ആക്രമിക്കപ്പെട്ടുള്ളൂ എന്ന് പറയാൻ പാടില്ല. പോലീസുകാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ സത്യമാണ്. ഈ പത്രസമ്മേളനത്തിൽ കൂടി ഈ കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തിയത്. അതായത് യഥാർത്ഥത്തിൽ ആദ്യം ആക്രമിക്കപ്പെട്ടത് പോലീസുകാരാണ് എന്ന് നമ്മൾ വീഡിയോയിൽ പറയുകയുണ്ടായി. ആ കാര്യം തന്നെ അവരും പറയുന്നത്. അവരാക്രമിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും പോലീസിനെ ലാത്തി ചാർജിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഈ പോലീസ് തന്നെ അവിടെ നിന്നെങ്ങനെയാണ്? നമുക്ക് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ 1-ാം ദിവസമൊക്കെ ആക്രമണം ഉണ്ടാകുമ്പോഴത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അതും നമ്മൾ വീഡിയോയിൽ പറഞ്ഞാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം നടക്കുന്നതെങ്കിൽ അവിടെ വന്നിരിക്കുന്ന പോലീസുകാർ ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമുക്ക് എപ്പോഴും കാണാം ദേഹം മുഴുവൻ കവചങ്ങൾ, അതുപോലെ തലയിൽ ഹെൽമെറ്റ്, അതുപോലെ പരിച ഉണ്ടാവും. ഗ്ലാസ് പരിചയോ അല്ലെങ്കിൽ ഇതുണ്ടാവും, ഫൈബറിൻ്റെ പരിച അല്ലെങ്കിൽ ചൂരൽ പരിച, ഇങ്ങനെയുള്ളതെല്ലാം കൈപ്പിടിക്കും. ലാത്തി ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ്. ടിയർ ഗ്യാസ് ഷെല്ലുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഡൽഹിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കാഷ്വലായിട്ട് യൂണിഫോം അണിഞ്ഞ് ജസ്റ്റ് തലയിൽ തൊപ്പി ഉണ്ടാവും, ചില അതും വെച്ചിട്ടില്ല, കയ്യിലൊരു ലാത്തിയുണ്ട്. പ്രതിരോധങ്ങൾ കാര്യമായിട്ട് അവർക്കില്ല. കാരണം എന്താ? അവർ പ്രതീക്ഷിക്കുന്നത് ഒരു സാധാരണഗതിയിൽ ഈ നമ്മുടെയൊക്കെ വീട്ടിലെ പിള്ളേരല്ലേ, അവർ വരുന്നു, സമരം ചെയ്യുന്നു, പോകുന്നു, അവർക്ക് നോർമൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക, ഇത്രേ വെച്ചിട്ടുള്ളൂ. പക്ഷേ
ഈ സമരം നടക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു വിദ്യാർത്ഥിനി ഞാൻ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞെന്താ, ഒരു വിദ്യാർത്ഥിക്ക് 5 വീതം ഗുണ്ടകളുണ്ട്. ഞങ്ങൾ പത്രക്കാരുടെ മുന്നിൽ, ചാനലിന് മുന്നിൽ എന്ത് പറയണമെന്ന് അവരാണ് നിശ്ചയിക്കുന്നത്. അവരെ ആക്രമിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനെ കുറിച്ച് ഒരു കുട്ടി പറയുകയുണ്ടായി. അത് തന്നെയല്ലേ സംഭവിച്ചത്? ഈ ഗുണ്ടകൾ വന്നെങ്കിൽ ഗുണ്ടകൾ അവിടെ എന്തിനാണെന്ന്, അമ്പലത്തിൽ തൊഴാനല്ല വന്നെന്ന് നമുക്കറിയാം. ഗുണ്ടകൾ വന്നാൽ ആക്രമിക്കും. അവരെ ഗുണ്ടകൾ ആരാണ് ഗുണ്ടകളെ കൊണ്ടുവന്നത്? അവർ കൊണ്ടുവന്ന ആരായാലും ശരി, അവർ അവിടെ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അവിടെ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടും, ചുറ്റുമുള്ള കടക്കാർ ആക്രമിക്കപ്പെടും, വാഹനങ്ങൾ ആക്രമിക്കപ്പെടും, പോലീസുകാർ ആക്രമിക്കപ്പെടും. ഇതിനു വേണ്ടി തന്നെയാണ് ആരൊക്കെയോ ഗൂഢമായിട്ട് ഗുണ്ടകളെ കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന ആര് എന്നുള്ളതിന് ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആരാണ് കരുക്കൾ നീക്കിയത്? ഒന്നോർക്കണം, കേരളത്തിൽ നിന്ന് പോലും ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ ബുക്ക് ചെയ്ത് ആൾക്കാർ പോയിട്ടുണ്ടെന്ന്. ഈ സമരം തുടങ്ങിയെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു കമ്പാർട്ട്മെൻറ്റ് ആളെ ബുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? അതില്ലല്ലോ. അപ്പോൾ ഈ സമരം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എത്രയോ നാൾ മുമ്പ് ചെയ്യണം. 2-3 മാസം മുമ്പ് ചെയ്താലല്ലേ ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ ബുക്കിംഗ് നടന്നിരിക്കുന്നു. അവിടെ ആൾക്കാർ പോയിരിക്കുന്നു. നിരവധി പേര് രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഇതുപോലെ വന്ന് ട്രെയിനുകൾ നിറഞ്ഞു വന്നിട്ട് അവർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ബുക്ക് ചെയ്ത് പോകണമെങ്കിൽ ഇത് പ്ലാൻ ചെയ്തിരിക്കണം. ഇതിന് പണം ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും പൈസ ആര് കൊണ്ടുവന്നു? ഈ സമരത്തിന് പോകുന്ന ആരും തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് സമരത്തിന് പോകാറില്ല. അതൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അതിനു വേണ്ടി ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളാണോ ഈ സമരം ഇങ്ങനെ പ്ലാൻ ചെയ്തത്? അതോ വിദേശത്ത് നിന്ന് വന്ന ഫണ്ടാണോ? അതോ സ്വമേധയാ ഇനി ഏതെങ്കിലുമൊക്കെ ബിസിനസ്സുകാരൊക്കെ ഫണ്ട് ഇറക്കിയിട്ട് ചെയ്തതാണോ? അങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി. ഇതൊക്കെ പോരാഞ്ഞിട്ട് ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ അവിടെ വിളിക്കപ്പെട്ടു. 370 വകുപ്പ് റദ്ദാക്കണം എന്നുള്ള ആവശ്യം അവിടെ ഉണ്ടായി. FCRI വിരുദ്ധ ലോബി വന്ന് സമരത്തിൽ പങ്കെടുത്തു. ഇതിനിടയ്ക്ക് വാളൂരിപ്പിടിച്ച് കൃപാണക്കിയായിട്ട് വന്ന് വേറൊരു മതവിഭാഗത്തിൻ്റെ ആൾക്കാർ അവിടെ വന്ന് അക്രമപരമായിട്ടുള്ള രീതിയിൽ ആക്ഷൻ കാണിച്ചുകൊണ്ട് അവരും സമരത്തിൽ പങ്കെടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അവിടെ അവസ്ഥ മാറിപ്പോയി. വിദ്യാർത്ഥി സമരം എന്നൊന്നല്ല നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, വിദ്യാർത്ഥികൾ പോലീസിനെ ആക്രമിച്ചിരിക്കാൻ സാധ്യതയില്ല. ആക്രമിച്ചത് ഗുണ്ടകളാണ്. ഗുണ്ടകൾ വന്ന് ആക്രമിക്കപ്പെട്ടുവെങ്കിൽ വിദ്യാർത്ഥികൾ മാത്രം ആക്രമിക്കപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റിനകത്തും പുറത്തും ചർച്ച നടത്തുന്നത് വ്യർത്ഥമാണ്. അത് ചെയ്യാൻ പാടില്ല. അവിടെയുള്ള ഗുണ്ടകളുടെ സാന്നിധ്യം അത് തിരിച്ചറിയണ്ടേ? ഇവരെ ആരെ കൊണ്ടുവന്നു? ഇവർക്കൊരു നിയമ നടപടി എടുക്കണ്ടേ? ഇത് പാർലമെൻറ്റ് ചർച്ചയാക്കണ്ടേ? ഈ ആവശ്യമാണ് ഈ കുടുംബാംഗങ്ങൾ മുന്നിൽ വയ്ക്കുന്നത്. ഓരോ യൂണിഫോമിൻ്റെ പുറകിലും ഒരു പോലീസുകാരൻ മാത്രമല്ല, ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് വേദനകളുണ്ട്. സ്വന്തം അച്ഛൻ ചോരയിൽ കുളിച്ച് തിരിച്ച് വീട്ടിൽ കയറി വരുമ്പോഴത്തെ കാഴ്ച, കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതം എത്ര, മുറിവെത്ര, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം അവർ പങ്കുവച്ചിട്ടുണ്ട്. അവർക്കുണ്ടായിരിക്കുന്ന മാനസികാഘാതത്തിന് ആരും ഉത്തരം പറയും? ഈ പാർലമെൻറ്റിൽ ചർച്ച നടത്തുമ്പോൾ ഇതിന് ഉത്തരവാദികളും പാർലമെൻറ്റിലുണ്ടോ? ഇതേ ചോദ്യം അവിടെ ഉന്നയിക്കുന്നുണ്ട്. വെറുതെയല്ല അവരാവശ്യപ്പെടുന്നത് പാർലമെൻറ്റിൽ ചർച്ച വേണമെന്ന്. ഉത്തരവാദികൾ പാർലമെൻറ്റിലുണ്ടാവും. അവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അവരും കൂടെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ്, അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പാർലമെൻറ്റ് ചർച്ചയിൽ നിന്ന് ഇത് നിയമ നടപടികൾക്ക്, അന്വേഷണങ്ങളിലേക്കും പോകാനുണ്ട്, കേസെടുക്കാനുണ്ട്, കോടതി ഇതിനകത്ത് ഇടപെടാനുണ്ട്. വിദ്യാർത്ഥികൾക്ക് നേരെ എന്തെങ്കിലും ലാത്തിചാർജ് മറ്റോ ഉണ്ടായിട്ടെങ്കിൽ അതിന് ഉത്തരവാദിയായിട്ടുള്ള പോലീസുകാരുടെ നേരെ മാത്രമല്ല ആക്ഷൻ വേണ്ടത്. പോലീസുകാരുടെ നേരെ ആക്ഷൻ വേണോ എന്നുള്ളത് തന്നെ അതിൻ്റെ നിയമവശങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ചതിന് ശേഷം ചെയ്യേണ്ടത്. പക്ഷേ വിദ്യാർത്ഥികളെയും പോലീസുകാരെയും മറ്റുള്ളവരെയും ഗുണ്ടകൾ ആക്രമിച്ചു എങ്കിൽ അവർക്കെതിരെ ഉറപ്പായിട്ടും അന്വേഷണം വേണം, കേസും വേണം, ശക്തമായ നടപടി വേണം, ശിക്ഷയും വേണം. ഈ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടില്ല എങ്കിൽ ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ട പരമോന്നതമായ സ്ഥലം എവിടെയാണ്? അത് പാർലമെൻറ്റ് തന്നെയാണ്. ഇതാണ് ഈ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടത്. പാർലമെൻറ്റിൽ ചർച്ച നടക്കണം, ലോകം അറിയണം, ഇന്ത്യ അറിയണം, ഇന്ത്യയിലെ ഓരോ ജനങ്ങളും അറിയണം. ഈ കുടുംബാംഗങ്ങൾ, ഈ പോലീസുകാർ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത്, അവരുടെ കുടുംബങ്ങൾക്കുണ്ടായ വേദനകളും അവരറിയണം. എങ്കിൽ മാത്രമേ അക്രമങ്ങൾക്ക് അറുതി ഉണ്ടാവുകയുള്ളൂ. ജനങ്ങൾ നാളെ ചോദിക്കാനുണ്ട് എന്ന് ഈ അക്രമങ്ങളുടെ പുറകിലുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവരെ വെച്ചിട്ട് നാളെ വോട്ട് പിടിക്കാനാണല്ലോ മറ്റു വല്ലതും നോക്കുന്നത്. ഈ സമരം വെച്ചിട്ട് ഈ വിദ്യാർത്ഥികൾ ഇറങ്ങി ഒന്നുകിൽ ഭരണകൂടത്തെ അട്ടിമറിക്കുക, അല്ലെങ്കിൽ നാളെ വോട്ട് നേടുക എന്നുള്ളതാണല്ലോ അവർ ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ ചെയ്തൊരു തട്ടിപ്പാണെന്നും അവർ ചെയ്ത അക്രമമാണെന്നും അതിൻ്റെ ഇരകൾ വേറെയാണെന്നും അവർക്കും മനുഷ്യാവകാശങ്ങളുണ്ടെന്നും അവർക്കും വേദനകളുണ്ടെന്നും മുറിപ്പാടുകളുണ്ടെന്നും ഇന്ത്യ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ വോട്ടറും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഓരോ പൗരനും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് പറയാം, ആ കുടുംബാംഗങ്ങളുടെ കൂടെ ഒപ്പമാണ് ഇന്ത്യ. വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവരുടെ ഒപ്പം ഭാരതമുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ ആക്രമിക്കപ്പെട്ട പോലീസുകാരുടെ ഒപ്പവും അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പവും നമ്മുടെ നാടുണ്ട്.